ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ഡേ ആണ്. 1-to-1 അവാർഡ് നൈറ്റ്. ഈ ഒരു ഫങ്ഷനിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരും. ആ സെലിബ്രിറ്റി ഭയങ്കര സർപ്രൈസ് ആയിരിക്കട്ടെ. അപ്പം എൻ്റെ കോസ്റ്റ്യൂം ഇന്ന് ഫുൾ ബ്ലാക്കാണ്. ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫാഷൻ ഷോ ഉണ്ട്. അതൊക്കെ വഴിയെ വരും. ബാ കാണിച്ചു തരാം. ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഗോകുലം കൺവെൻഷൻ സെന്റർ കലൂരിന്റെ മെട്രോനടുത്തായിട്ടാണ്. ഇവിടെ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും പരിചിതമായ സ്ഥലമാണ്. ഈ ഒരു വീഡിയോ ഞാൻ ഒരു 1 വീക്ക് മുന്നേ എടുത്താണ്. ഇതും കൂടെ ആഡ് ചെയ്യുന്നു. കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുന്ന സീനാണിത്. ഡെനിം സാരി എന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിയിരുന്നു. കാരണം ഇത്രയും വലിയൊരു സംഭവം സാരിയാക്കി എങ്ങനെ മാറ്റുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നത്. കേരളത്തിൽ ഇത് ഇതുവരെ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പൊ ഇങ്ങനത്തെ സാരി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണോ? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്നത്തെ സെക്കൻഡ് ഫ്ലോർ ഇന്നത്തെ പ്രോഗ്രാം. അപ്പൊ എൻ്റെ പ്രോഗ്രാം വരുന്ന 6 o'clock ഈവനിങ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും ഞാൻ വെർച്വലി സ്വാഗതം ചെയ്യുന്നു. പിന്നെ അവിടെ പോയിട്ട് ഇപ്പം പ്രാക്ടീസാണ്. കൊറിയോ കഴിഞ്ഞ് കോസ്റ്റ്യൂം ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ. ഇനി അവിടെ പ്രാക്ടീസ്, പിന്നെ ഫുഡ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാം. ഇവിടുത്തെ കോർഡിനേഷൻ സരൈ ചേച്ചിയായിരുന്നു. പിന്നെ ഹൈദരാലിക്കയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഇതാ ഇങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ ബാക്ക് സ്റ്റേജിലും ഫ്രണ്ട് സ്റ്റേജിലുമായിട്ട് നടക്കുന്നുണ്ട്. ഇവരിൽ പലരെയും നിങ്ങൾക്കറിയായിരിക്കും. രാധിക വേണുഗോപാൽ, അതേപോലെ തന്നെ കൈലാഷേട്ടൻ്റെ മോള് നീലു, പിന്നെ നമ്മുടെ സ്വന്തം വിവിയ ശാന്ത്, അതേപോലെ ഋതുമന്ത്രയൊക്കെ ഒരുപാട് വാക്ക് ചെയ്ത ആൾക്കാരാണ്. പിന്നെ സരൈ ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി, ആൽഫി പഞ്ഞിക്കാരൻ, അങ്ങനെ ഇഷ്ടംപോലെ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷിഫ ബാദുഷ, എല്ലാവരും എന്താ കൂടുതലും ഫാഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നവരൊന്നുമല്ല, ആർട്ടിസ്റ്റാണ്.
Center focus. Look face to face. Slowly, focus on your walking. പിന്നെ ലിനിടോം ചേട്ടൻ്റെ ഈ ഒരു ഡോം ബ്രീഡിൻ്റെ ഒരു ഫാഷൻ ഷോ ഉണ്ടായിരുന്നു. ഒരുപാട് മെയിൽ ആക്ടർ ഉണ്ടായിരുന്നു കേട്ടോ ഷോന്. സുധീർ ഏട്ടനുണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ഷോ സ്റ്റോപ്പർ ബാബുരാജ് ഏട്ടനായിരുന്നു. അതേപോലെ സോഹൻ സീനിയർ ഏട്ടൻ വാക്കിയാനുണ്ടായിരുന്നു. അതുപോലെ കൈലാഷി ഏട്ടൻ, എല്ലാവരും അങ്ങനെ 4-5 പേരോളം മെയിൽ മോഡൽസും അതേപോലെ തന്നെ ബാക്കി ഫീമെയിൽ മോഡൽസും ആയിരുന്നു വാക്ക് ചെയ്തത്. ഞങ്ങൾ ടോട്ടൽ 16 പേരുണ്ടായിരുന്നു. ഈ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അവരുടെ പൊസിഷൻ അനുസരിച്ച് അവരിങ്ങനെ നിങ്ങൾക്ക് പോസ് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഒരു ആർട്ടിസ്റ്റ് വെച്ചാൽ ഇങ്ങനെ വെക്കാം, കൈ ഇങ്ങനെ വെച്ചിട്ടോ ഒരു മൂവ്മെന്റ്, ഒരു ജസ്റ്റ് ഒരു കോംബോ പോലെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാ വരുന്നത്. കൈലാഷ് കേട്ടോ, നിങ്ങൾക്ക് ഉള്ളവരെ വെച്ച് നോക്കാം. നിങ്ങൾ ആ സൈഡിൽ വരുമോ? ഒരു
പൊസിഷനാണ് കൺക്ലൂഷൻ മുന്നേ. അപ്പൊ ഇതില് ഇപ്പം ഡിസൈനർ ഉണ്ടാവും, നമ്മളെ ഡിസൈനർ, പിന്നെ പ്രശസ്തനായ കൊറിയോഗ്രാഫർ. ശരി, ഫോട്ടോസ്, കാര്യങ്ങൾ, കോണ്ടന്റ്. ഇത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുന്ന രീതി, എക്സിറ്റ് ചെയ്യുന്ന ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 by 1 ആയിട്ട് നേരെ ഒരു 4 സ്റ്റെപ്പ് ഡിസ്റ്റൻസിൽ എല്ലാവർക്കും ഫോളോ ചെയ്യാം. വോക്ക്. ഓക്കെ, ഇത് ഫോളോ ചെയ്തോട്ടോ. ഇതിലൂടെ ഞാൻ വരാം, എൻ്റെ പിന്നാലെ വരും. ഇതാണ് ആ റൂട്ട്. ഈ റൂട്ടിൽ വാക്ക് ചെയ്യും. റൈറ്റ് എക്സിറ്റ്. നിങ്ങളെ തുടങ്ങിയിട്ടുള്ളൂ. സന്തോഷത്തോടെയുമാണ് ഇന്ന് ഞാൻ ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. കേരളം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ള ഒരു അവാർഡ് നൈറ്റ് വിത്ത് ഓൾ ഗ്രാൻഡിയർ നമ്മൾ ഇന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ MyG Future presenting Star and Success Awards 2025 ഞങ്ങൾ ഇവിടെ ഇതാ ആരംഭിക്കുന്നു.
costume partner was Cassandra Fashion Hub ആയിരുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ മെയിൽ costumes was done by Safe एक बार मोहब्बत में छोड़ी नहीं and the award goes to Sharafuddin. ചില കഥാപാത്രങ്ങൾ നമ്മളെ ചിരിപ്പിക്കുന്നത് തമാശകളിലൂടെ മാത്രമല്ല, അവരുടെ സ്വാഭാവികത കൊണ്ടുമാണ്. പടക്കളത്തിൽ അപ്രതീക്ഷിത സംഭവങ്ങളുടെയും ആശയക്കുഴപ്പങ്ങളുടെയും ഇടയിൽ ഈ ഒരു മൊമെന്റിൽ നവാസിക്കയുടെ ഫാമിലിയിൽ നിന്ന് മക്കളാണ് ഉള്ളത്. ആൻഡ് കാരണം വാപ്പയുടെ പേരിലാണ് ഈ ഒരു അവാർഡ്. വളരെയധികം സന്തോഷം. ഫാമിലി എല്ലാവരും ഹാപ്പിയാണ് ബാപ്പയുടെ പേരിൽ ഇങ്ങനെ അവാർഡ് കൊടുക്കാൻ. അതും പ്രകാശ് സാറിന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നു. കാരണം ഞാൻ ഒരുപാട് സിനിമാസിന്റെ പ്രൊമോഷൻ ചെയ്യുന്ന സമയത്തും ചമൻ തിരക്കുകൾ മൂലം എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ പേര് മാത്രം ഞാൻ അനൗൺസ് ചെയ്യും. ബിഗ് സ്ക്രീൻസിൽ കാണുന്നുണ്ട്. സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചമൻ ചാക്കോ, എഡിറ്റിംഗ് ബൈ ചമൻ ചാക്കോ എന്ന് പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. I feel very blessed and I am very happy. Thank you One Two Talks for giving me this award. Thank you. Organically normal സിനിമ പോലെ തന്നെ സംഭവിച്ചാണത്. സംഭവം എത്ര ദിവസം എടുത്തു എഡിറ്റിങ്ങിന് വേണ്ടിയോ ലോഗയ്ക്ക് വേണ്ടി എത്ര ദിവസം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്? ഒരു അപ്രോക്സിമേറ്റ് കണക്ക്, എനിക്കൊരു വലിയ കണക്കാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ലോക ആക്ച്വലി ഞാൻ എല്ലാം ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഷൂട്ട് കഴിഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു 6 months ഇങ്ങനെ 6 monthsോളം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. 6 മാസം. അല്ല സംഗീതനല്ല, ചമൻ എത്ര പ്രായമുണ്ട്? 20-25 യെസ് എന്ന് പറയാം. അല്ല അതിന് താഴെയാണെന്ന് പറയരുത്, അതിന് മുകളിലാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പം ചമൻ കിട്ടത്തില്ല നമുക്ക്. പുള്ളിയെ തുടരട്ടെ, ഞാൻ എന്താണോ തുടരട്ടെ, അഭിനയം ഓർ ടീമുമാണ് നമുക്ക് വേണ്ടി ഇവിടെ വേദിയിലെത്തിയത്. നമ്മുടെ അവാർഡ് കാറ്റഗറീസിലേക്ക് നമ്മൾ കടക്കാണ്. സിദ്ദിഖ് സാറിന്റെ ഓർമ്മയിലാണ് ജനപ്രിയ സിനിമ കാറ്റഗറിയും നമ്മൾ നൽകുന്നത്. ഈ 2 കാറ്റഗറിയിലും വിൻ ചെയ്തിരിക്കുന്നത് തുടരും എന്ന ചിത്രമാണ്. ധ്യാനസിയ സാലി അദ്ദേഹത്തെ കൂടി ഇൻവൈറ്റ് ചെയ്യുന്നു. സിദ്ദിഖ് സാറിന്റെ സഹോദരനാണ് സാലി. അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം നമ്മൾ ഇവിടെ ആഗ്രഹിക്കുകയാണ് ഈ ഒരു മൊമെന്റിൽ. ആൻഡ് പ്ലീസ് നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് നമ്മുടെ മെമെന്റോ ഇവിടെ നൽകുകയാണ്. നിറഞ്ഞ കൈയടി നൽകാം. അല്ല, ഹൈദർക്ക ആയിട്ട് വളരെ കാലത്തെ ഒരു ആത്മബന്ധമാണ് നമുക്ക്. അദ്ദേഹം ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്യുന്ന മുതൽ, തുടക്കം മുതൽ നമ്മളോട് ഞാനിങ്ങനെ ഒരു കഴിക്കും അറിയാം. അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകനാണ്. പക്ഷെ നല്ലൊരു മാധ്യമ പ്രവർത്തനാണെന്ന് ചോദിച്ചാൽ അതിൽ നമ്മൾ സംശയിക്കണം. പക്ഷേ നമുക്കൊരു കാര്യം അടിവരയിട്ട് പറയാം. മാധ്യമ പ്രവർത്തകരിൽ ചുരുക്കം ചില സുഹൃത്തുക്കൾ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും ആത്മബന്ധമുള്ള സുഹൃത്തും അദ്ദേഹമാണ്. ശ്രീനിയങ്ങളുടെ പേരിലുള്ള അവാർഡ് നമ്മള് ലാലേട്ടനായിരുന്നു ഇന്ന് വാങ്ങിക്കാനിരുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ചില തിരക്കുകൾ ഉള്ളത് കൊണ്ട് രഞ്ജിത്ത് സാർ തന്നെയാണ് ഷൂട്ടിങ്ങിനായതുകൊണ്ട് തീരാത്തതുകൊണ്ടാണ് വരാത്തത്. ഷൂട്ട് അവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെ പെട്ടെന്ന് ഓടി വന്നത് ഷാജി ഇവിടെ എത്തി, ചേട്ടൻ എത്താൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് അറിയിച്ചതാണ്. കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റന്നാള് ഞാനും ഷാജോൻ ചേട്ടനൊക്കെ US ട്രിപ്പിൽ പോകുന്നുണ്ട് ഒരു പരിപാടി UK ലാലേട്ടന്റെ ഷോയിനാണ്. അവാർഡാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ലാലേട്ടന് വേണ്ടി അത് ഏറ്റുവാങ്ങുന്നത് രഞ്ജിത്ത് സാർ തന്നെയാണ്. വെറുതെ അതൊരു ഇതിലേക്ക് മാറ്റണം. അല്ല, 3 ചോദ്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ ചോദ്യം, ജൂൺ 15 മുതൽ KSRTC യാത്ര വനിതകൾക്ക് സൗജന്യമായി കൊടുക്കുകയാണ്. ആ ബസ്സിൽ ഞാൻ കയറുമോ ഇല്ലയോ? അല്ല, ഇതൊരു ആ ബസ്സിലേ കയറുള്ളൂ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, വിട്ടേക്കാം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയാൽ
ചെയ്യാൻ പോകുന്ന കാര്യം? ഞാൻ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ നിൽക്കുക ആദ്യം, എന്നിട്ട് മുഖ്യമന്ത്രി ആവുന്നു. അത് ഞങ്ങൾ ലക്ഷ്മി ചേച്ചിയോട് ചർച്ച ചെയ്തിട്ടുണ്ട്. പോകുമ്പോൾ ടിനിച്ചേട്ടനൊക്കെ ഡിസ്കഷൻ ഉണ്ട്. കൈലാഷ് ചേട്ടനൊക്കെ ഒന്ന് കണ്ടിട്ട് അമ്മയുടെ പ്രസിഡന്റ്, പിന്നെ ഒരു 13 വർഷം കഴിഞ്ഞിട്ട് ജോസഫ് വിജയ് നാൻ എന്ന് പറഞ്ഞ് വരുന്നത്. അടിപൊളി. അപ്പൊ ജോസഫ് വിജയ് ഇപ്പൊ ജയിലിലൊക്കെ കഞ്ഞി പയറുമാക്കി കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാംസാഹാരമൊക്കെ അങ്ങനെ ഭയങ്കര ട്രെൻഡാണ്. മദ്യക്കടകൾ പൂട്ടിച്ചു, വലിയ കാര്യങ്ങളാണ്. ധ്യാൻ ശ്രീനിവാസൻ 13 വർഷം കഴിഞ്ഞ് കേരള CM ആവുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം കൂടി എനിക്കറിയണം. ആദ്യം ചെയ്യുന്ന വെരി ഫസ്റ്റ് ചെയ്യുന്ന കാര്യം, ആദ്യം കുറെ കാര്യം ചെയ്യും, എന്നാലും ആദ്യം ചെയ്യുന്ന കാര്യം. ഈ പുള്ളി ചെയ്തതൊന്നും ഞാൻ ചെയ്യില്ല, അത് മുഖം മോശം. ഓക്കെ, ലാസ്റ്റ് ചോദ്യം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. ഹൈദരാലി ചേട്ടൻ പ്രത്യേകം തയ്യാറാക്കി തന്ന ചോദ്യമാണ്. ചന്ദ്രനിലേക്ക് പോകാനായിട്ടുള്ള ഒരു അവസരം ധ്യാൻ ശ്രീനിവാസന് കിട്ടുകയാണ്. കേൾക്കണം, ഒരു മലയാളത്തിൽ നിന്ന് ഒരു നായികേനെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. ആരെയായിരിക്കും കൊണ്ടുപോവാ? ചന്ദ്രനിലോട്ടാണ്. മലയാള സിനിമയിൽ നിന്നും ഒരേ ഒരു നായികേനെ. അല്ല, ഓൾറെഡി എയറിലുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ലക്ഷ്മി പ്രിയ ചേച്ചി, അവരൊക്കെ ഓൾറെഡി എയറില്ല. അവരെ കൊണ്ട് അവൾ പോകുമെന്ന് പോയാ പോലെ അല്ലേ? സൂപ്പർ. ഓൾറെഡി അവിടെ നിൽക്കല്ലേ. സൂപ്പർ. അപ്പൊ ഇത് തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ. അപ്പൊ എന്തായാലും പൂർത്തിട്ട് പൂക്കിയാണോ? എനിക്ക് അതിനെ കുറിച്ചൊന്നും വലിയ ജ്ഞാനമല്ല. ഇതിന്റെ പൊന്നു മീര രഞ്ജിത്തേട്ടനെ നിർത്തും, അവസാനിപ്പിച്ചു. ഒരു പ്രശ്നം എന്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ഇടയിൽ എനിക്കൊരിക്കലും പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഡെയിലി പ്രശ്നങ്ങളാണ്. ഡെയിലി പ്രശ്നങ്ങളുള്ള ഒരാളെ എനിക്ക് എപ്പോഴാ പ്രശ്നമില്ലാത്തൊരു സമയം എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ ഉണ്ടാവും കൂടെ. പോലീസിൽ നിന്ന് ഞാൻ ലീവിലാണ്. 5 കൊല്ലത്തേക്ക് ലീവ് എടുത്താണ് സിനിമ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പോലീസിൽ വരുന്നതിന് മുന്നേ തന്നെ സിനിമ എന്നുള്ള ആഗ്രഹമായിട്ട് നടന്നതാണ്. വലുത് ചെറുതെന്നുള്ളതല്ല, സിനിമയുടെ എല്ലാ ആൾക്കാരെയും ഫ്രെയിമിലാക്കിയ ചേട്ടനോടൊപ്പം എനിക്കിപ്പോ ഒരു സിനിമ ചെയ്യാൻ പറ്റി. അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓവർ ടു ദി മോണിറ്റർ. സംരംഭകത്വത്തിന്റെ കരുത്തും വിജയത്തിന്റെ ദീർഘദർശനവും ഒരുപോലെ ചേർന്ന ഒരു പേര്. ധനകാര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, മാധ്യമം, കായികം തുടങ്ങി നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖ വ്യവസായി. ഗോകുലം ഗ്രൂപ്പിന്റെ സ്ഥാപകനും ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിശ്വാസമായി മാറിയ ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസിന്റെ അമരക്കാരൻ. വ്യവസായ രംഗത്തിനപ്പുറം മലയാള സിനിമയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച ചലച്ചിത്ര നിർമ്മാതാവ്. മലയാളത്തിലെ നിരവധി ചരിത്ര വിജയങ്ങളുടെ പിന്നിലെ ശക്തി സാന്നിധ്യം. അന്യഭാഷ ഉൾപ്പെടെ മികച്ച സിനിമകൾ മലയാളികളിലേക്ക് എത്തിക്കുന്ന വിതരണക്കാരൻ. മാധ്യമരംഗത്തും കായിക ലോകത്തും കേരളത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ദീർഘദർശിയായ വ്യക്തിത്വം. പ്രിയപ്പെട്ട ശ്രീ ഗോകുലം ഗോപാലന് 1-2 ടോക്സ് സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ്സ് 2025 ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാള സിനിമയിലെ ഇന്നതിലെ ഏറ്റവും അജയനായ പേരാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. 1-2 ടോക്സിന്റെ ഇന്നത്തെ MyG Future Presenting Star and Success Awards 2025. We have the very eminent personality over here on stage. നിറഞ്ഞ കൈയ്യടി നൽകിക്കൊണ്ട് ഗോകുലം ഗോപാലൻ സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ വേദി ഗോകുലം ഗോപാലൻ സാർ നമ്മളൊന്ന് സെന്ററിലേക്ക് ആര്യ is on here. ഒക്കെ കൊടുത്ത ഹൈദരാലിയാണ് 1-2 ടോക്സിന് വേണ്ടി നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. യെസ്, ആര്യ ടു ദ സെന്റർ. സർ സെന്ററിലേക്ക് കണ്ണൂരുകാരനാണ്. കേരളത്തിൽ കാലത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നല്ല കലാകാരനാണ്. ആദ്യം തന്നെ അദ്ദേഹം സിനിമയിൽ വന്നപ്പോൾ തന്നെ അതൊരു വിപ്ലവകരമായ ഒരു വിജയമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. 20 വർഷത്തോളമായി 19 പടങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞു. നല്ല പേരെടുത്തൊരു വിശേഷമാണ്. പക്ഷേ അദ്ദേഹത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഒരാഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇടയിൽ ഇങ്ങോട്ട് ഇപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല കലാകാരനാണ്. അദ്ദേഹത്തിന്റെ വന്നു കഴിഞ്ഞാൽ അത് അലിക്കുള്ള എൻ്റെ ഒരു ഡൊണേഷനായിട്ട് എടുക്കണമെന്ന് പ്രത്യേകം പറയും.
വീഡിയോ എടുക്കാൻ നേരത്തെ സ്പ്രേ അടിക്കുന്നു. എനിക്ക് സമയം കിട്ടിയോണ്ട് എനിക്ക് കോട്ടായിട്ട് വീഡിയോ എടുത്താൽ അതും വീഡിയോ തന്നെയാണ് എടുക്കണ്ട എല്ലാം വീഡിയോ മൊത്തം വീഡിയോ. അപ്പോൾ ഓക്കെ, സന്തോഷം. സർട്ടിഫിക്കറ്റ് നൽകുന്നത് നവാസിക്കയുടെ ഫാമിലിയാണ്, മക്കളാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഈ ഒരു സർട്ടിഫിക്കറ്റ് നൽകുന്നത്. വിജയ് സാറാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. സോ ഞാൻ കൽപ്പു എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, കാരണം എനിക്ക് ഒരിക്കലും കൽപ്പന ചേച്ചി എന്ന് പറയുന്നത് എൻ്റെ സെയിം ഏജ് ഗ്രൂപ്പ് ആയിട്ടാണ് എനിക്കൊക്കെ തോന്നിയിട്ടുള്ളത്. സോ എന്താണ് പറയാനുള്ളത് കൽപ്പന ചേച്ചിയുടെ ഒരു ഓർമ്മയിൽ? അവാർഡ് നൽകുന്നതിന് വേണ്ടി നമ്മുടെയൊക്കെ ബഹുമാനപ്പെട്ട MP കൂടിയ IB ഈഡൻ സാറിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ ഒരു അഭാവത്തിൽ നമ്മൾ ഈ ഒരു അവാർഡ് നമ്മളിവിടെ അവാർഡാണ് ലോക ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നീ ചിത്രങ്ങളിൽ. അത് ഇത്ര വലിയ വില്ലനെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒരിടം കൊടുക്കാത്ത ഒരാൾ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്ത സിനിമയാണ് താഴ്വാരത്തിൽ സലീം ഗൗസ് ചെയ്തൊരു വില്ലൻ കഥാപാത്രം എന്നെ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത് എഴുതുമ്പോഴൊക്കെ ആ ഒരു എന്താ പറയുക, അത്തരത്തിലുള്ളൊരു വില്ലൻ ആയിരിക്കണം. അല്ലെങ്കിൽ അപ്പോൾ ഞങ്ങൾ അവസാനം ഇതിൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ മനസ്സിലിട്ട ഒരു കഥയാണ്. ഇതിൻ്റെ ഷൂട്ടിൻ്റെ സമയമായപ്പോൾ ലാലേട്ടൻ ഡേറ്റ് തന്ന് ഒരു മാസം ഒരു 40 ദിവസത്തോളം ഉണ്ടായാലും ഷൂട്ട് തുടങ്ങാൻ പെട്ടെന്ന് അങ്ങനെ ഒരു ആളെ കണ്ടെത്തൽ ടഫായിരുന്നു. അങ്ങനെ ഹിന്ദിയിൽ നിന്നൊരു നൽകിയിരിക്കുന്നത് എത്രത്തോളം അദ്ദേഹത്തിന്റെ ഈ ഒരു സാന്നിധ്യം മലയാള സിനിമയിൽ നമുക്ക് എഫക്ട് ചെയ്യുന്നുണ്ട് സാർ? ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ഒരു സുഹൃത്തായിരുന്നു. ഫ്രണ്ട് സ്റ്റേജിൽ എന്താണെന്ന് എല്ലാവരും അറിയും, പക്ഷെ ബാക്ക് സ്റ്റേജിലെ കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ബാക്ക് സ്റ്റേജിലെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ അവസാനം ഉൾപ്പെടുത്തുന്നു. എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ അവർ ചെയ്തത് ഒരു കേൾസ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ബ്രൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ചേരുവോ എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ മാറ്റി വെച്ചൊരു ഹെയർ സ്റ്റൈലായിരുന്നു. പക്ഷെ ഇത് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ പെർഫെക്ഷൻ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ഹെയറിൽ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. എനിക്ക് ആകെ 2 ബ്രൈഡാണ് ഇവർ ചെയ്തത്. അപ്പം എൻ്റെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെയും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഒന്നല്ല, ഒരുപാടധികം പേരായിരുന്നു. പിന്നെ അതിന് ഇടയിൽ ചേച്ചിയുടെ ഹെയർ സ്റ്റൈൽ, അങ്ങനെ എല്ലാവരും ഒരുമിച്ചാണ് ചെയ്തത് കേട്ടോ. ഇത് ഡാൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നീലുവിന് ഓൾറെഡി കേളി ഹെയർ ആണ്. പിന്നെ രമ്യ ചേച്ചി ഉണ്ടായി, രാധിക ചേച്ചി. എൻ്റെ കേൾസ് ഞാൻ കുറേ സമയം എടുത്തു, കാരണം ആ ഒരു പെർഫെക്ഷൻ വേണ്ടിയിട്ട്. എനിക്കും ഈ ചേച്ചി ചെയ്തത് നല്ല ഇഷ്ടമായി. പിന്നെ മേക്കപ്പിന് വേറൊരാളായിരുന്നു. ഇതിൻ്റെ ഒരു കേൾസ് ഇല്ലേ, അതെനിക്കിനി മേടിക്കണമെന്നുണ്ട്, കാരണം നല്ല തിക്കായിട്ടുള്ളൊരു കേളറായിരുന്നു. ഈ ബ്രൈഡ് ചെയ്യുന്നത് വേറൊരാളാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഓർഡറിലിട്ടാന്ന്, ഓർഡറിലൊന്നും അല്ല, വെറുതെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിലെ കുറച്ച് സീൻസ് മാത്രം ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഈ ബ്രൈഡ് ചെയ്യുന്നത് അവരെത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ്, കാരണം എൻ്റെ ഹൈറ്റ് അവർക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അവർ ഏന്തിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നീലു, ഷിഫ, ബാദുഷ, അതേപോലെ തന്നെ എല്ലാവരും ഒരുങ്ങേണ്ട തിരക്കിലാണ്.
ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് എനിക്കൊന്ന് 20 മിനിറ്റ്സ് മേലെ എടുത്തായിരുന്നു. ഇത് ഞാൻ കോസ്റ്റ്യൂം ഇടുന്നതിന് മുന്നേ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ശ്രീവിധി ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് ചെറിയൊരു മേക്കപ്പ് ട്യൂട്ടോറിയൽ പോലെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ കംപ്ലീറ്റ് എടുക്കാൻ പറ്റിയില്ല, തിരക്ക് കാരണം. അവർ എത്ര ഡീറ്റെയിൽ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഐബ്രോസ് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ലൈനാണ്, പക്ഷെ അവർ നല്ല ഭംഗിയിൽ ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റേജിലോട്ട് ഇറങ്ങി നമുക്കൊരു പ്രാക്ടീസ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ബാബുരാജ് ചേട്ടനായിരുന്നു അതിനകത്ത് ഷോ സ്റ്റോപ്പർ. അപ്പോൾ ചേട്ടൻ പ്രാക്ടീസ് ടൈമിൽ സിമ്പിളായിട്ട് പോയെങ്കിലും സ്റ്റേജിൽ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ ഓഡിയൻസ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. സമയം ഒരു ഉച്ച സമയത്താണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. പ്രോഗ്രാം ഒരു ഈവനിങ് ഒക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കൊറിയോഗ്രാഫർ അതുലായിരുന്നു. നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറേ ഫണ്ണി മൊമെന്റ്സും അതേപോലെ തന്നെ ഈ ആക്ടറിനൊക്കെ നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾക്ക് ഇതിലാരെങ്കിലും ഫേവറേറ്റ് ഒക്കെ ഉണ്ടാവും? കുറേ പേരുണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടർ ആരാണെന്ന് മെൻഷൻ ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ എല്ലാവരും വാക്ക് ചെയ്യുന്നതിൽ ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഒരു പ്രൊഫഷണൽ രീതി അല്ലെങ്കിലും പക്ഷെ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് അടിച്ചു പൊളിച്ചിട്ടുള്ള ഒരു ഡേ, അങ്ങനെയായിരുന്നു ഈ വാക്ക് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പൊ സോജൻ ചേട്ടനൊക്കെ അടിപൊളിയായിട്ട് വാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ലിയോ ലിയോ ഹലോ ഹായ് ഹലോ അതങ്ങനെ പറഞ്ഞേ ഞാൻ എവിടെ വരും? ഒരുപാട് സ്റ്റേജ് ഷോസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചടങ്ങില് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന് തമിഴ് ആക്ടർ ആര്യ, മോഹൻലാൽ, കല്യാണി പ്രിയദർശൻ, പ്രകാശ് വർമ്മ, ഷറഫുദ്ദീൻ, സംഗീത്, ചിത്ര ചേച്ചി, തരുൺ മൂർത്തി, MG ശ്രീകുമാർ, അങ്ങനെ ഒരുപാടധികം സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ, സീ യു.